ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള അയിലക്കറിയാണ്. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു അയിലക്കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസായ തേങ്ങാപ്പാൽ, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, അയില, പച്ചമുളക്, കറിവേപ്പില. കറിച്ചട്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇടുക. 2 പച്ചമുളക് അരിഞ്ഞു വെച്ച് 2 പച്ചമുളക് ഇടുക. 3 സ്പൂൺ കാശ്മീരി ചില്ലി ഇടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഛേദമില്ലാത്ത ഉപകാരമല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതിന് കാശ്മീരി ചില്ലി മാത്രമേ എടുക്കാൻ പാടുള്ളൂ, എന്നാലേ നമ്മളുടെ കറിക്ക് നല്ല റെഡ് കളർ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് ഗ്യാസ് ഓണാക്കാം, ഗ്യാസിലേക്ക് വെക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കറിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ പുളി അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് 2 കഷ്ണം എടുത്താൽ, പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3 കഷ്ണമൊക്കെ ഇടാവുന്നതാണ്. കുടംപുളി ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിനി കഴുകി വച്ചിരിക്കുന്ന അയില കഷ്ണം ചേർത്ത് കൊടുക്കുക. കഷ്ണം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ സിമ്മിലേക്ക് ആക്കുക. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഛേദമില്ലാത്ത ഉപകാരമല്ലേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തിളച്ച് വന്ന മീൻകറിയിലേക്ക് ലേശം വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ കാണാനും കഴിക്കാനും നല്ല ചന്തമുള്ള മീൻകറിയായിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് മീൻകറിയിലേക്കുള്ള വറവ് റെഡിയാക്കുക. മീൻകറിയിലേക്കുള്ള വറവ് റെഡിയാക്കുക. അതിന് ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ നല്ലവണ്ണം പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഈ സിമ്മിലിടാൻ മറക്കരുത്. പിന്നെ 2 വറ്റൽമുളക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില എല്ലാം കൂടി മിക്സ് ചെയ്ത് റെഡിയായിരിക്കുന്ന മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡിയായി. കറിയിലേക്കുള്ള വറവ് റെഡിയായിട്ടുണ്ട്. നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്വാദിഷ്ടമായ മീൻകറി റെഡിയായിട്ടുണ്ട്. മീൻകറിയും പുട്ടുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.